ഹായ്, നമുക്കൊരു താറാവ് റോസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിക്കേ, 2 കിലോ താറാവാണിത്. അത് ആദ്യമായി കഴുകി നല്ല വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, തക്കാളി, സവാള, ഇതെല്ലാം എടുത്തിട്ട് 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. താറാവ് ഇപ്പം ഒന്ന് വേവിക്കണം. അതിന് കുക്കറിൽ 2 അടി നമുക്ക് അടിക്കാം. താറാവ് അതിനകത്തോട്ട് വാരിയിടണം. താറാവ് നോട്ട് അത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നല്ല അടിപൊളി നെയ്യൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിലെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് ചെറിയ രീതിയിലും വളരെ ചിലവ് കുറഞ്ഞുള്ളൊരു കുറച്ച് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ആവശ്യമാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി നോക്കണം നിങ്ങൾ. അതൊന്നും കൂടെ അതിനകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണ് ചേർന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഉപ്പിട്ട് പിന്നെ പെരുംജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മളിതിൻ്റെ സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് കുക്കർ മൂടണം. നല്ല 2 വിസിൽ വരുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാം. അതിന് അടുത്ത മസാല കൂട്ടിലേക്ക് നമുക്ക് പോകാം. ഇനി കുക്കറിന് 2 വിസിൽ വന്നോട്ടെ. നമുക്ക് ഇനി അടുത്ത പണിയിലേക്ക് കയറാം. സവാളയും തക്കാളിയും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് നമുക്കിനി അത് എണ്ണയിലേക്ക് വാട്ടാവുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുള്ള എണ്ണ ഒഴിക്കാൻ വേണേ. എണ്ണ ഒന്നും ചൂടായി കഴിയുമ്പോൾ നമുക്കിത് നല്ലൊരു കറിയാക്കി എടുക്കണം. എല്ലാവരും ഇത് ചെയ്യണേ. സവാളയും തക്കാളിയും കൂടെ ഇപ്പോൾ എണ്ണയ്ക്കകത്ത് ഞാൻ തട്ടി അത് നല്ലപോലെ ഒന്ന് വാടണം. ബാക്കി വന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ചേരും. നല്ലൊരു കറിയാക്കി എടുക്കാം. നിമിഷം കൊണ്ട് അത് വാടും. ഇച്ചിരി ഉപ്പ് ഇടണം അതിൻ്റെ അകത്ത്. ഇത് നല്ലപോലെ വാടുന്നുണ്ട്. ഞാനിപ്പോൾ മൂടി തുറക്കാൻ പോകുന്നു. അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തുറന്ന് നോക്കി ഇച്ചിരി കൂടെ വാടേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അത് വാടി നന്നായിട്ട് വരത്തുള്ളൂ. ഇച്ചിരി ഉപ്പിട്ട് എന്നാൽ നന്നായിട്ടത് റെഡിയായി നമുക്ക് കിട്ടും. കണ്ട കളർ മാറിയത് കണ്ട. മസാലകളൊക്കെ ഇനി അങ്ങ് വരിക. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കറിയാക്കാം. നിമിഷം കൊണ്ട് കറിയാവും. എല്ലാവരും ഇത് ചെയ്യണം. ഇനി നമുക്ക് ഞാൻ മാറ്റി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് റെഡിയാക്കണം. മണം വരുന്നുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റാണ്. മസാലകളൊക്കെ ബാക്കി ഇച്ചിരി കൂടെയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കുക. ഇച്ചിരി മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അതിനകത്ത് ഇടുക. ഇച്ചിരി ചിക്കൻ മസാല ഇടുക. അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് വരാനാണ് ഇതൊക്കെ ഞാൻ ഇട്ടത്. അല്ലാതെ മല്ലിപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് കറിയുടെ മാറ്റം വന്നത് കണ്ട. എൻ്റെ സൂപ്പർ കറിയായി വരുവാണ്. കറിയുടെ അതിനിടയ്ക്ക് സ്പൂൺ കണ്ട. ഈ 2 സ്പൂണാണ് ഞാൻ ഇതെല്ലാം ഇട്ടത്. മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ നമ്മൾ അതിൻ്റെതായ ആ ഒരു കറിയുടെ മാറ്റം വരും. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കണ്ട മുളക് ഇത് കാശ്മീർ ചില്ലിയാണ്. അതെന്ത് കളറിനാണ് ഞാൻ ഇട്ടത്. ആ കളറ് കൂടി ആയുമ്പോൾ ഇത് നോക്കിയേ, നമ്മുടെ റോസ്റ്റിൻ്റെ സവാള അടിപ്പനായി വരുന്നുണ്ട. എന്താ മണമെന്നറിയാമോ? നല്ല സൂപ്പർ ഉണ്ടാവും. പേസ്റ്റ് നല്ല അടിപൊളി. ഇത് നോക്കിയേ കണ്ട. അപ്പോഴേക്കും നമ്മുടെ കുക്കർ റെഡി ആയിരിക്കുകയാണ്. 2 വിസിലാണ് വന്നത്. ആ കുക്കറിൽ ആവി പോയി. ഇത് തുറന്ന് നോക്കി. ഇത് കണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഞാൻ മസാലയിലേക്ക് കോരിയിടുകയാണ്. അത് കോരിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുക. നല്ലത് കോരിയെല്ലാം ഇടണം. നോക്കി നല്ല വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായി. ഞാൻ വെള്ളമില്ലാതെയാണ് കുക്കറിലിട്ടത്. അപ്പോൾ അതിൻ്റെ നെയ്യും എൻ്റെ ചാറും എല്ലാം കൂടെ ഒഴിഞ്ഞ് ഒരു ചാറായിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കണം. ഒഴിച്ചാലേ ഇത് റെഡി ആവത്തുള്ളൂ. ഇത്തിരി കൂടെ വേവ് ഉണ്ടെങ്കിൽ മസാല പിടിക്കണ്ടേ. അതിനൊക്കെ റെഡിയായി കിടക്കുകയാണ്. നമ്മുടെ താറാവ് റോസ്റ്റ് സൂപ്പറായി വരികയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില കൂടി വിതറുകയാണ്. അപ്പോൾ മണം അതിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇറച്ചിയാണ് താറാവ് റോസ്റ്റ്. കഴിക്കണം, എല്ലാവരും കഴിക്കണം. നോക്കിയേ എന്താ ഭംഗി. നോക്കിയേ, ഇത് വെച്ച് കഴിച്ചു നോക്ക്. പിള്ളേർക്ക് കൊടുക്കാം. ആർക്കും വയറുവേദനയോ ഒന്നും ഉണ്ടാവില്ല. ബീഫൊക്കെ കഴിച്ച് മടുത്തവരല്ലേ നിങ്ങൾ. ഇതൊന്ന് തിന്ന് നോക്ക്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പരമാവധി എനിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം.